വിദേശത്തിരുന്നു കൊണ്ട് എങ്ങനെ ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും? അതിന് ഉള്ള ടിപ്സുകൾ എന്തൊക്കെയാണ്? അതുപോലെ ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ ഏജൻസി ത്രൂ അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ജോലിക്കുള്ള സാധ്യതകളുണ്ടോ? അതുപോലെ എനിക്കിവിടെ ഓസ്ട്രേലിയയിൽ ഒരു ജോബ് സെക്യൂർ ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ടിപ്പുണ്ട്. ഒരു പ്രോ ടിപ്പാണ് അത്. ഇത് വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അത് യൂസ് ചെയ്താൽ മിക്കവാറും 90% ആളുകൾക്കും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ആ ടിപ്പ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാവർക്കും ടാക്സസ് 360യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഇവിടെ വന്നേ പിന്നെ ഹെയ് ഫീവർ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര അലർജിയാണ്. അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്. അതുകൂടാതെ നൈറ്റ് ഷിഫ്റ്റും കൂടെ കഴിഞ്ഞിറങ്ങി വന്നാൽ അല്ലാതെ വഴക്കൊന്നുണ്ടാക്കി കരഞ്ഞിരിക്കുന്നതൊന്നുമല്ല കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓസ്ട്രേലിയയിൽ ഒരു ജോലി കിട്ടുന്നതിന് മെയിനായിട്ടും ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയാനുള്ള ഒരു 90% നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസുകൾ ഇരിക്കുന്നത് ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിലുള്ളൊരു റെസ്യൂം, അതുപോലെ ഒരു കവർ ലെറ്റർ അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആപ്ലിക്കേഷൻ, പിന്നെ സ്ട്രോങ് ഇൻ്റർവ്യൂ സ്കിൽസ്. ബാക്കിയുള്ള 10% നമ്മുടെ ലക്കിലുമാണ് ഇരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ബെസ്റ്റാക്കി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ചാൻസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും ഇവിടെ ഒരു ജോബ് കിട്ടാൻ. ഇവിടെ ഇപ്പം നമ്മുടെ പ്രശ്നം, നമ്മൾ നാട്ടിൽ നിന്ന് അല്ലെ മറ്റൊരു രാജ്യത്ത് നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിവിടെ കോമ്പീറ്റ് ചെയ്യുന്നത് ഇവിടെയുള്ള ലോക്കൽ കാൻഡിഡേറ്റ്സുമായിട്ടാണ്. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എപ്പോഴും എംപ്ലോയർ പ്രിഫർ ചെയ്യുന്നത് ലോക്കൽ കാൻഡിഡേറ്റ്സിനെ തന്നെയായിരിക്കും. നമ്മുടെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഇവിടെ വാലിഡ് തന്നെയാണ്, പക്ഷേ ഇവർ പ്രിഫർ ചെയ്യുന്നത് ലോക്കൽ ആളുകളെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോക്കലായിട്ടുള്ള ആളുകൾക്കായിരിക്കും ഇവിടുത്തെ ഓസ്ട്രേലിയൻ വർക്ക് സ്റ്റാൻഡേർഡ്, അതായത് വർക്ക് പ്ലേസ് കൾച്ചറും വർക്ക് പ്ലേസ് സ്റ്റാൻഡേർഡ്സും ഒക്കെ കൂടുതലായിട്ട് അറിയാവുന്നത്. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി കൂടുതലൊരു പുതിയ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലാംഗ്വേജ് ബാരിയർ, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇവർക്ക് വരുന്നില്ല. അപ്പോൾ ഇവർ പുറത്തുനിന്ന് ഒരാളെ എടുക്കണമെങ്കിൽ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. നമുക്കിത് ഇവരോടൊപ്പം കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ട്. ഇവരെ കോമ്പീറ്റ് ചെയ്യാവുന്ന കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ആ ലാംഗ്വേജ് അല്ലെ എബിലിറ്റി ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ഇവരുടെ അതായത് മനസ്സിലാക്കി എടുക്കാനും ഇവരുമായിട്ട് സ്മൂത്തായിട്ട് യോജിച്ചു പോകാനും പറ്റും. അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് നമുക്ക് അവരെ തെളിയിച്ച് കാണിക്കാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന അതിലുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റെസ്യൂമിയും കവർ ലെറ്ററും അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആപ്ലിക്കേഷനും. സോ ഈ റെസ്യൂമി അല്ലെങ്കിൽ ഇത് ഒരു കവർ ലെറ്റർ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ കവർ ലെറ്റർ അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഭവം. ഷോർട്ട് ഫോം ആപ്ലിക്കേഷൻ ഞാനിവിടെ നഴ്സിംഗ്, അതായത് മെഡിക്കൽ ഫീൽഡിലാണെന്ന് തോന്നുന്നു കൂടുതൽ ഷോർട്ട് ഫോം ആപ്ലിക്കേഷൻ ചോദിക്കുന്നത്. ബാക്കി എല്ലാ ഫീൽഡുകളിലും കവർ ലെറ്റർ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഒരു നല്ല റെസ്യൂമി, ഒരു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിലൊരു റെസ്യൂമി എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ല കവർ ലെറ്റർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആപ്ലിക്കേഷൻ ചെയ്യാം, ഈ ടോപ്പിക്കുകളെ പറ്റി നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം ആർക്കെങ്കിലും അത് എങ്ങനെയാണെന്ന് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ആദ്യം ഒരു ജോലി കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു ജോലി കിട്ടി, അപ്പം കണ്ടുപിടിക്കണമല്ലോ, അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ രീതിയാണ് ഡയറക്റ്റ് വേ. സോ പേര് പോലെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ വഴി നിങ്ങൾക്കൊരു കമ്പനി അറിയാം. അപ്പോൾ ഒരു IT കമ്പനി ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ബാങ്ക് ആവട്ടെ, എന്തെങ്കിലും ഒരു ഓഫീസ്, എന്തെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് അറിയാം. അവിടെ നിങ്ങൾക്കൊരു ജോബ് കിട്ടണം നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പേര് പോലെ തന്നെയാണ്, നിങ്ങൾ ഡയറക്റ്റ്ലി ആ എംപ്ലോയറെ കോണ്ടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കമ്പനീനെ കോണ്ടാക്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ അവരുടെ ഹയറിംഗ് മാനേജറെ കോണ്ടാക്ട് ചെയ്യുന്നു. സോ ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കമ്പനിയുടെ പേരറിയാമെങ്കിൽ സിംപ്ലി നിങ്ങൾ ആ കമ്പനിയുടെ സൈറ്റിൽ കയറി അവരുടെ കരിയറിൽ കയറി സെർച്ച് ചെയ്യുക. അവിടെ വേക്കൻസീസ് ഇട്ടിട്ടുണ്ടാവുമല്ലോ, അതിൽ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഗവൺമെൻറ് ജോബാണ് നോക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഓസ്ട്രേലിയയിൽ ഓരോ സ്റ്റേറ്റിനും അവരുടെ ഗവൺമെൻറ് വെബ്സൈറ്റുകളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ വിക്ടോറിയയ്ക്കാണെങ്കിൽ vic.gov.au അതാണ് അവരുടെ ഗവൺമെൻറ് വെബ്സൈറ്റ്. അതുപോലെ ടാസ്മേനിയയ്ക്കാണെങ്കിൽ tas.gov.au, അതല്ലെങ്കിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയ്ക്കാണെങ്കിൽ wa.gov.au. അങ്ങനെ പറഞ്ഞ് അവരുടെ ഒരു ഗവൺമെൻറ് വെബ്സൈറ്റ് ഉണ്ടാവും. സോ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടുത്തെ കരിയേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെയുള്ള ഫുൾ വേക്കൻസീസിൻ്റെ ലിസ്റ്റ് വരും. ഇനി നിങ്ങളത് ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ സ്പെസിഫിക്കലി വേണ്ടത് ആ ജോബ് നിങ്ങൾ ചൂസ് ചെയ്തെടുക്കുക. സോ അങ്ങനെ ഒരു
നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ജോബ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചടിക്കറി അപ്ലൈ ചെയ്തിട്ട് അത് ഫുള്ള് വായിച്ച് നോക്കുക. അവരത് വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ജോബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. സോ അതിനകത്ത് സ്പെസിഫിക്കലി അവർ പറഞ്ഞിട്ടുണ്ടാവും അതൊരു ഫുൾ ടൈം ജോബാണോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബാണോ, എത്ര അവേഴ്സ് ആയിരിക്കും നിങ്ങൾ വീക്കിലി വർക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ സാലറി എത്രയായിരിക്കും, എന്താണ് നിങ്ങളുടെ അവേർഡ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്, അതുപോലെ പെർമനൻ്റ് ആണോ അതോ ടെമ്പററി ആണോ, അല്ലെങ്കിൽ പിന്നെ ചില ജോലികൾക്ക് അവർ റീലൊക്കേഷൻ അസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ചില ഭയങ്കര ഷോർട്ടായിട്ടുള്ള ജോലികളുണ്ടല്ലോ, ചില ഫീൽഡിലുള്ള ജോലികൾ. അപ്പം അങ്ങനെയുള്ള ജോലികൾക്ക് നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുമ്പോൾ അവർ റീലൊക്കേഷൻ അസിസ്റ്റൻസ് ഒരു വലിയ എമൗണ്ട് കൊടുക്കുന്ന പല സ്റ്റേറ്റുകളും ഉണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും റീലൊക്കേഷൻ അസിസ്റ്റൻസുകളുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്തൊക്കെയാണ് അവർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എന്തൊക്കെ ഡ്യൂട്ടീസ് നിങ്ങൾ ചെയ്യേണ്ട വരും. പിന്നെന്താണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അത് കറക്റ്റായിട്ട് വായിക്കുക. അതായത് അതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. അതായത് അവർ മെയിൻലി ചില ജോലികൾക്ക് അവർ ഒന്നേ ഇടാറുള്ളൂ. സോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് എസെൻഷ്യൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നതും ഒന്ന് പ്രിഫേർഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നതും. എസെൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് അത് മാൻഡേറ്ററി ആണ്, അത് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ആ ഫീൽഡിൽ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ഇപ്പോൾ IELTS 7 വേണം, അങ്ങനെ എന്തെങ്കിലും. അതുപോലെ പ്രിഫേർഡ് എന്ന് പറയുന്നത് മസ്റ്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു വെയിറ്റേജ് കിട്ടും. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവേഴ്സ് ലൈസൻസ്, ഇവിടെ മിക്ക രാജ്യങ്ങളിലും അതൊരു ചോദിക്കുന്ന ഒരു കാര്യമാണ്, പ്രിഫറബിൾ ആണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണ്, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി നേഴ്സ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻ, അങ്ങനെയൊക്കെയുള്ളൊരു ജോലിയാണ് നോക്കുന്നതെങ്കിൽ ഡ്രൈവേഴ്സ് ലൈസൻസ് ഒക്കെ ഉള്ളവരെ അവർ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യും. കാരണം ഡ്രൈവ് ചെയ്ത് എല്ലായിടത്തൂടെ പോയി ഓരോ വീടുകളിൽ മാറി കയറേണ്ടതുകൊണ്ട്. ഞാൻ ജസ്റ്റ് ഹെൽത്ത് ഫീൽഡ് നമുക്കറിയാവുന്ന ഫീൽഡ് വെച്ച് പറഞ്ഞത്. പക്ഷേ അങ്ങനെ 2 ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ആ 2 ക്രൈറ്റീരിയാസും കൃത്യമായിട്ട് വായിക്കുക. എന്താണ് എസെൻഷ്യൽ, എന്താണ് പ്രിഫേർഡ് എന്നുള്ളത് നോക്കി നിങ്ങൾക്ക് അത് പറ്റിയതാണോ എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിനകത്ത് സ്പോൺസർഷിപ്പിന് അവർ തയ്യാറാണോ, വിസയ്ക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ PR-ന് അവരെ സപ്പോർട്ട് ചെയ്യുമോ, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം. പിന്നെയുള്ള കാര്യം താഴോട്ട് വരുമ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് വെബ്സൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ജോബ് സൈറ്റിൻ്റെ ഗവൺമെൻറ് ജോബ് പോർട്ടലിൻ്റെ സ്റ്റാൻഡേർഡ് രീതിയാണ് പറയുന്നത്. താഴോട്ട് വരുമ്പോൾ അടുത്തത് കാണുന്ന ഒരു സംഭവമാണ്, നമ്മുടെ ആരുടെയും കണ്ണിൽ പെടാത്തൊരു സാധനമാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്യൂട്ടീസ്. അതായത് നമുക്ക് മേളിൽ ആദ്യമേ മിക്കവാറും ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വളരെ വാസ്റ്റ് ആയിട്ട് അവർ നമുക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് നിങ്ങൾ ഈ റോളിൽ വന്നാൽ ചെയ്യേണ്ടത്, നിങ്ങളിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് പ്രിപ്പയർ ആയിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമി അല്ലെങ്കിൽ കവർ ലെറ്റർ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ഈ പോയിന്റ്സും കൂടെ അതിനകത്ത് ആഡ് ചെയ്താൽ ഭയങ്കര ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഡബിൾ ചെയ്യുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അടുത്ത ഒരു സെക്ഷൻ വരുന്നത് ഹൗ ടു അപ്ലൈ. നമുക്കിപ്പം സിംപിളി ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് ക്ലിക്ക് അപ്ലൈ ബട്ടൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഗൈഡും കൂടെ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ പ്രോസസ്സ് എത്ര നാളെടുക്കും, അതുപോലെ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതും ഫുള്ളായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ താഴെ അപ്ലൈ ബട്ടൺ നിങ്ങൾ അപ്ലൈ ചെയ്ത് ജോലിക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ അടിയിൽ അവർ ഒരു രീതി കൊടുത്തിട്ടുണ്ടാകും, കോൺടാക്ട് യുവർ മാനേജർ, ഹയറിംഗ് മാനേജർ, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഹയറിംഗ് മാനേജറിനെ വേണമെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ അപ്ഡേറ്റ്സിന് വേണ്ടി കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡിനെ പറ്റി പറയാം. ഞാൻ ഏറ്റവും അവസാനം ഒരു സ്പെഷ്യൽ ടിപ്പ് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ജോലി അപ്ലൈ ചെയ്തതെന്നാണ്, എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്നാണ്. അത് എനിക്ക് 100% വർക്ക് ചെയ്തൊരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ജോലി കിട്ടാൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ സാധ്യത കൂട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങളത് അവസാനം വരെ വീഡിയോ കാണുക. ഓക്കെ, എന്താണ് രണ്ടാമത്തെ മെത്തേഡ്? അത് ഇൻഡയറക്റ്റ് വേ. അതായത് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് വഴി, റിക്രൂട്ടേഴ്സ് വഴി നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഒരു എംപ്ലോയറെ കോൺടാക്ട് ചെയ്യുവല്ല, വേറെ നമ്മളൊരു ഏജൻസിയിൽ നമ്മുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്തിട്ട് അവരാണ് നമ്മളെ ഒരു ജോലി കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു എന്താ പറയുക, നമ്മുടെ എഫേർട്ട് ഒത്തിരി കുറവുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ പുറകെ ഒത്തിരി നടക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണ് നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി കണ്ടുപിടിക്കുക. അപ്പം ഇതിൻ്റെ മെയിൻ പ്രശ്നം
നമ്മുടെ CV അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം അത് വെച്ചാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്, റിക്രൂട്ടേഴ്സ് മാർക്കറ്റ് ചെയ്യുന്നത് നിങ്ങളെ. അപ്പം വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചിലപ്പം അതായത് നമുക്ക് കോസ്റ്റ്ലി ആണ്. മിക്കവാറും നമുക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അത് ഫ്രീ ആയിട്ടല്ല ചെയ്യാറ്, പക്ഷേ ഫ്രീ ആയിട്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഒരുപാടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് ഫ്രീ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഏജൻസീസിന് എംപ്ലോയേഴ്സ് ആണ് പേ ചെയ്യുന്നത്. അതായത് നമ്മളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ട, എംപ്ലോയേഴ്സ് അവർക്ക് പേയ്മെന്റ് കൊടുക്കും. അതാണ് രണ്ടാമത്തെ മാർഗം. ഇനി മൂന്നാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ രീതി ജോബ് സൈറ്റ്സ് വേ അല്ലെങ്കിൽ ജോബ് പോർട്ടൽസ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പേര് പോലെ തന്നെ വളരെ സിമ്പിളാണ്. ഈ ജോലികൾ മാത്രം അഡ്വർടൈസ് ചെയ്യുന്ന ജോബ് വെബ്സൈറ്റുകൾ ഉണ്ടാവും, പോർട്ടൽസ്. അങ്ങനെയുള്ള സൈറ്റിൽ കൂടെ നമുക്ക് ജോലി കണ്ടുപിടിക്കാം. അത് വളരെ കോമൺ ആണ്. നമ്മളിപ്പോൾ ഏജൻസി ത്രൂ ചെയ്യുന്ന പോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ പേയ്മെന്റ് ഒന്നും പോകത്തില്ല, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഫ്രീ ആണ് സംഭവം. സോ ഇത് ഇവിടെ ഓസ്ട്രേലിയയിലെ നമ്പർ 1 വെബ്സൈറ്റ് ഏതാന്ന് വെച്ചാൽ seek.com. seek.comലാണ് ഓൾമോസ്റ്റ് ഒരു 90% ജോബ്സും അഡ്വർടൈസ് ചെയ്യുന്നത്. seek.com.au അതാണ് മെയിൻ കാര്യം, അത് വിട്ടു പോകരുത് കേട്ടോ. ഓക്കെ, സോ അതിനകത്ത് ഓൾമോസ്റ്റ് 90% ജോബുകളും വരാറുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം ഗവൺമെന്റ് സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ജോലികളും അവർ ഇങ്ങനത്തെ ജോബ് പോർട്ടൽസുകളിലും പബ്ലിഷ് ചെയ്യാറുണ്ട്, അഡ്വർടൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സീക്ക് പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സീക്കാണ്. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള സൈറ്റുകൾ ലിങ്ക്ഡിൻ ഉണ്ട്. ലിങ്ക്ഡിൻ കഴിഞ്ഞാൽ ഇൻഡീഡ് ഉണ്ട്, അതുപോലെ അഡ്സൂണ. ഇത്രയും സൈറ്റുകളാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഇങ്ങനെ വെബ്സൈറ്റ് ത്രൂ ജോബ് സൈറ്റ് ത്രൂ പോകുന്നതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു എംപ്ലോയറിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ജോബ്സ് മാത്രമല്ല കാണുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് അതിനകത്ത് ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഫിൽറ്റേഴ്സ് വെച്ച് സ്പെസിഫിക് ലൊക്കേഷനുകളിൽ ഉള്ള ജോലികൾ, അതുപോലെ നിങ്ങൾക്ക് എത്ര പെർമനന്റ് വേണോ, ഫിൽറ്റേഴ്സുകൾ ഇപ്പം എല്ലാ ജോബ് സൈറ്റുകളിലും ഉള്ള സംഭവമാണ് ഫിൽറ്റേഴ്സ്. അപ്പോൾ ആ ഫിൽറ്റേഴ്സ് വെച്ച് നമുക്ക് ഏത് ടൈപ്പ് അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ജോബ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു മെയിൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ജോബ് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വേണ്ട സ്പെസിഫിക് ജോബ്സ് പുതിയതായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് ഇമെയിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമുക്ക് അതിനെപ്പറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് കയറി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഈ സീക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വേയിലോട്ട് സ്വിച്ച് ചെയ്യാം. ഇപ്പോൾ സീക്ക് ത്രൂ ബാക്കി പ്രോസസ്സ് ചെയ്യണമെന്നില്ല. എംപ്ലോയറെ കിട്ടി, നിങ്ങൾക്കിപ്പോൾ ഒരു IT കമ്പനിയുടെ പേര് കിട്ടി, അവർ ഇന്നയാളെ പോസ്റ്റ് കമ്പനി ജോബ് വേക്കൻസി ഉണ്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഈ സീക്ക് ത്രൂ പിന്നെ പോകണമെന്നില്ല. കാരണം വെബ്സൈറ്റ് ത്രൂ പോകുമ്പോൾ കുറച്ചും കൂടെ പ്രോസസ്സ് കൂടുതലായിരിക്കും, കുറച്ചുകൂടെ ലെങ്തി പ്രോസസ്സ് ആയിരിക്കും. പിന്നെ വെബ്സൈറ്റ് ത്രൂ ചെയ്യുമ്പോൾ ഒരു കോൺ അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കൂടുതലാവാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും നോക്കുന്ന സ്ഥലമാണ്. അപ്പം കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും കൂടുതലായിരിക്കും. ഇവിടെ സമയം ഏകദേശം 8 മണി 8:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് കേട്ടോ, ലൈറ്റിംഗ് ഒക്കെ കുറഞ്ഞു. അതാണ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. പിന്നെ സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ടിപ്പാണ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു നേഴ്സാണ്, കുറേ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. ഞാൻ UK ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ് ഡിറക്റ്റ് വേ തന്നെയാണ്. ഈ ഡിറക്റ്റ് വേയിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ജോബിന് അപ്ലൈ ചെയ്തായിരുന്നു ഇങ്ങോട്ട് വരാം. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ ഡിസൈഡ് ചെയ്തില്ലായിരുന്നു എവിടെ പോകണമെന്ന്. അപ്പോൾ ഓൾറെഡി അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങോട്ട് നോക്കണം, ഏത് ഹോസ്പിറ്റൽ നോക്കണം എന്ന്. അപ്പം അവരൊരു ഏജൻസി ത്രൂ ചെയ്തത്. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ പേര് കിട്ടിയായിരുന്നു. ഇതാണ് ഹോസ്പിറ്റൽ, ഇതാണ് ലൊക്കേഷൻ. ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ടാസ്മേനിയൻ ഗവൺമെൻറ് വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ അവരുടെ കരിയർ ഓപ്ഷനിൽ കയറി. അപ്പം ഞാൻ നോക്കിയത് രജിസ്റ്റേർഡ് നേഴ്സ് എന്നുള്ള ജോലിയാണ്. അപ്പം അത് നോക്കി എനിക്ക് വേണ്ട ഫുൾ ടൈം എൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള നമ്മൾ സ്പെസിഫൈ ചെയ്ത നമുക്ക് വേണ്ട ജോബ് ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടു. ഞാൻ അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പം അത് സ്ക്രോൾ ചെയ്ത് വന്നപ്പം ഏറ്റവും താഴെ ഹയറിംഗ് മാനേജേഴ്സ് ഡീറ്റെയിൽസ്, അപ്പം അതായത് ആരാണോ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് അപ്ലൈ ചെയ്യുകയല്ല ചെയ്തത്. സോ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഹയറിംഗ് മാനേജറിൻ്റെ ഇമെയിൽ എടുത്തിട്ട് ഞാൻ ഡയറക്റ്റ് ഇമെയിൽ ചെയ്തു.
ഞാൻ ഇങ്ങനെയാണ്, അതായത് ഞാൻ എന്നെ തന്നെ മാർക്കറ്റ് ചെയ്തു. ബേസിക്കലി അതാണ് സംഭവിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്ന ഫീൽഡിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്, ഞാൻ ഭയങ്കര എന്താ പറയുക, നമുക്ക് ആ ഒരു ജോലിക്ക് എത്രമാത്രം താല്പര്യമുണ്ട് എന്ന് നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ചെയ്തത് ഇത്രയാണ്, ഇമെയിൽ ചെയ്തു എൻ്റെ എക്സ്പീരിയൻസും ബാക്ക്ഗ്രൗണ്ടും, എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ താല്പര്യം, ഞാൻ ഇങ്ങനെ ഒരു ജോലി നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു മെയിൽ അയച്ചു. ഞാനതൊരു സത്യം പറയാം, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയത്തേ ഇല്ല. ഞാൻ ചുമ്മാ ചെയ്തു, ആരും പറഞ്ഞ് കേട്ടിട്ട് പോലുമില്ല. ചുമ്മാ ദൈവം തോന്നിപ്പിച്ചു, നീ ഒരു മെയിൽ അയക്കുക, അങ്ങനെ തോന്നിപ്പിച്ച് ചെയ്തതാ. സോ ഞാനത് ചെയ്തു. വിത്തിൻ നെക്സ്റ്റ് ഡേ എനിക്ക് റിപ്ലൈ വന്നു. അത് ഇവിടുത്തെ നമ്മാണ്, അതായത് യൂണിറ്റ് മാനേജർ, ഏറ്റവും ടോപ്പിലിരിക്കുന്ന പൊസിഷനാണ്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ജോലിക്ക് കയറി, ഞാൻ ഇതുവരെ ആ പുള്ളിക്കാരനെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അത്രയും ടോപ്പിലുള്ള ആളാണ്. അപ്പം നമ്മൾ അന്ന് അറിയുന്നില്ല ഇത്രയും വലിയ ആൾക്കാർ മെയിൽ അയക്കുന്നതെന്ന്. ഞാൻ മെയിൽ അയച്ചു, നെക്സ്റ്റ് ഡേ റിപ്ലൈ വന്നു. ജോബ് സൈറ്റിൽ, അതായത് ടാസ്മാനിയൻ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞ് മെയിൽ വന്നു. ഞാൻ അപ്പം തന്നെ താങ്ക്സ് റിപ്ലൈ ഇട്ടിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. കാര്യം എനിക്ക് ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു, എന്താണെങ്കിലും അപ്ലൈ ചെയ്യണം, ഇവർ റിപ്ലൈ തന്നാലും ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യണം എന്നുള്ള പ്ലാനിൽ തന്നെ ഞാൻ ഇരുന്നേ. സോ ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു മെയിലും കൂടെ അയച്ചു, ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്താണ് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പ്രോസസ്സിങ്ങിന് ടൈം എടുക്കും, അതായത് ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വരണമല്ലോ, അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തെന്ന് മെയിൽ വന്നു. പിന്നെ ഇൻ്റർവ്യൂവിന് നമുക്ക് ഡേറ്റ് കിട്ടി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി മെയിൽ അയച്ചു, സെലക്ട് ആയി എന്നും പറഞ്ഞു. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. ഞാനിത് ഒരിക്കലും വർക്കാവുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, നമ്മളെ മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ എംപ്ലോയറിന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നല്ലേ, അവർക്കൊരു ഇംപ്രഷൻ കിട്ടുവാണ്, ഈ കാൻഡിഡേറ്റിന് ഇത്രയും പാഷനേറ്റ് ആണ്, അവർ ഈ ജോലിക്ക് വേണ്ടി ഇത്രയും ആഗ്രഹിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ. അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റും പാഷനും ഉള്ള ഒരാളെ അവർ മിക്കവാറും കൺസിഡർ ചെയ്യും. സോ നമുക്കൊരു മുൻതൂക്കം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കോമ്പറ്റീഷൻ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അവരുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ചിലപ്പോൾ പേര് കിടക്കും. അതൊരു, ഞാൻ ഡെഫിനറ്റ് ആണെന്ന് പറയുന്നില്ല, എല്ലാവർക്കും വർക്ക് ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം സൂക്ഷിച്ചും കണ്ട് മാത്രം ഇമെയിൽ ചെയ്യുക. അതായത് ഇപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്, അവർക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കെയർഫുള്ളായിട്ട് മാത്രമേ കോൺടാക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ ഇമെയിൽ അയച്ചവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയൊന്നും ചെയ്യരുത്. കാരണം അവർ അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ ഇമെയിലുകൾക്ക് റിപ്ലൈ ചെയ്യാനും ഒന്നും സമയം ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഈ വഴി ഒന്ന് ട്രൈ ചെയ്താൽ ജോലി കിട്ടാനുള്ള സാധ്യത ഡബിൾ ആകും. ഡെഫിനറ്റ് ആണ്. കാരണം എനിക്കിവിടെ വന്നതിൻ്റെ ഉറപ്പിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നമ്മുടെ CV-യും റെസ്യൂമും ഒക്കെ അവർ നോക്കും. അങ്ങനത്തെ ക്രൈറ്റീരിയസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് CV, റെസ്യൂം, അങ്ങനത്തെ കാര്യങ്ങൾ, ഷോർട്ട് ഫോം അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കവർ ലെറ്റർ ഇവയൊക്കെ എഴുതുന്നതിന് ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. ബൈ.